എനിക്കിഷ്ടപ്പെട്ട സിനിമയല്ല. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. അനിമൽ കണ്ട ശേഷം കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായിപ്പോയി. എനിക്കത്ര കഴിവില്ല, കാണാനുള്ള കഴിവില്ല. ഒരു സാധനം പടച്ചുണ്ടാക്കി വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു സാധനം പടച്ചുണ്ടാക്കി നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം പോകുന്നു, നാം അല്ലാതാവുന്നു. ഈ 100 കോടി ക്ലബ് ഒരു സിനിമ കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നു. 100 രൂപ ടിക്കറ്റ്, അത് എത്ര കോടിയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ പുളുവടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സുകാരെ കൊണ്ടുവരാതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു നടി വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ആ സംഘടനയെ, മലയാള സിനിമാ സംഘടനയെ അമ്മ എന്ന് വിളിക്കേണ്ടതില്ല, AMMA എന്ന് ഉച്ചരിക്കാൻ പാടുള്ളൂ. ഇതിപ്പം വിവാദമായെന്ന് പറഞ്ഞാൽ ഉമാ തോമസിനെ പോലെ ഒരു MLA, ആ MLAക്ക് അവിടെ ഉണ്ടായ അപകടമാണ്. സാധാരണക്കാരനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയത്തിൽ ആരും അറിയത്ത് പോലുമില്ല. ആ ഗിന്നസ് റെക്കോർഡ് തിരിച്ചെടുക്കണമെന്നാണ് ഗിന്നസ് അതിനോട് എനിക്ക് പറയാം. 3500 രൂപയോളം ഒരു ആളിൽ നിന്ന് നൃത്തം ചെയ്യാൻ പറ്റുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ കാഴ്ച നിങ്ങളാണ് തരുന്നത്, അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നത് കേട്ടുകൊണ്ട് പോകുന്നതല്ല. നിങ്ങളപ്പോൾ അടിമയാവുകയാണ്. ഈ അടിമത്തം തന്നെയാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം നിഷാദ് സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. എന്തായാലും ഇപ്പോൾ വിശേഷങ്ങളൊക്കെ സുഖായിരിക്കുന്നു. 2025 എത്തിയിരിക്കുകയാണ്. പുതിയ പുതിയ പ്ലാനുകളും പരിപാടികളൊക്കെ വന്നു തുടങ്ങിയോ? തീർച്ചയായിട്ടും 2025 എന്നുള്ളതല്ല, നമ്മളൊരു ഓരോ പുതുവർഷത്തിൽ അങ്ങനെ പ്ലാൻ ഒന്നും എടുക്കുന്ന ആളൊന്നുമല്ല. അല്ല, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. 1-ാം തീയതി പ്ലാൻ എടുക്കുന്ന ആളല്ല. നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, വർഷങ്ങൾ കടന്നു പോകുന്നു, അത്രേ ഉള്ളൂ അല്ലേ? എന്തായാലും സാറിനോട് മെയിനായിട്ട് നമുക്ക് വലിയൊരു ഇന്റർവ്യൂയിലേക്ക് പോകണ്ട, കാരണം വ്യക്തമായിട്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് സാർ. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരുപാട് നമ്മൾ എന്താ പറയുക, സത്യം വിളിച്ച് പറയുന്ന ഒരു ശത്രുക്കളുടെ എണ്ണം കൂടുന്നാണ് പറയുന്നത്. ഇപ്പൊ സാർ ഇപ്പൊ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടാവുന്നതും ഒരു വിവാദം ഉണ്ടാവുന്നതും, അതിനെതിരെ സാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും സാർ എന്താണ് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് മൃദംഗനാഥം എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. പക്ഷെ അതൊരു മൃഗീയ നാടകമായി മാറി എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം കിട്ടണം ഒരാൾക്ക്, അതിന് പാവപ്പെട്ട കുറേ പേരെ വിളിച്ച് വരുത്തി അവിടെ ഒരു വല്ലാത്തൊരു നാടകമാണ് കളിച്ചത്. അപ്പോൾ ഒരു സെൻട്രൽ ഫിഗറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന ഡാൻസേഴ്സ് അല്ലെങ്കിൽ സംഘ നൃത്തക്കാരെ അവരെ പുറകിൽ നിർത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രം ഷൈൻ ചെയ്യാൻ, ഒരുപക്ഷെ അവരുടെ ഒരു വിപണന മൂല്യം വെച്ചുകൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവർ ആ പരിപാടി അങ്ങ് നടത്തി. അവർ കോർപ്പറേഷനെ അറിയിച്ചില്ല വേണ്ട വിധം. അതുകൊണ്ട് മേയർ തന്നെ അതിനകത്ത് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. GCD ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇപ്പോൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സത്യസന്ധമായി നടത്തുന്ന പരിപാടിയായിരുന്നെങ്കിൽ ആ നോംസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവർ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ട് ഇതിപ്പം വിവാദമായെന്ന് പറഞ്ഞാൽ ഉമാ തോമസിനെ പോലെ ഒരു MLA, ആ MLAക്ക് അവിടെ ഉണ്ടായ അപകടമാണ്. സാധാരണക്കാരനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയത്തിൽ ആരും അറിയത്ത് പോലുമില്ല. പക്ഷേ ഉമാ തോമസിനെ പോലെ ഒരു ആ മണ്ഡലത്തിലെ MLA കൂടിയാണ്. അവർക്ക് പറ്റിയ ഒരു അപകടം നിങ്ങൾ കാണണം. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ആദ്യം അവരൊരു സീറ്റിൽ പോയിരിക്കുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു റിബൺ കെട്ടി, ഒരു ബാരിക്കേഡിന് പകരം ഒരു റിബൺ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എത്ര അടി ഉയർച്ചയിലാണ്. അവരുടെ ആയുസിൻ്റെ വലുപ്പം കൊണ്ടും ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? ഇതിനെതിരായിട്ട് സംസാരിക്കേണ്ടതല്ലേ? ഇപ്പോൾ ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, അവരോട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. അവർ ഡാൻസ് ചെയ്യാൻ പോയി, ചിലപ്പോൾ അവർക്ക് ഡാൻസിന് അവർ ശമ്പളം മേടിച്ചിട്ട് അവരുടെ ജോലിയാണ്, അതവർ ചെയ്യട്ടെ. പക്ഷേ അവർക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന MLAയുടെ സുഖം അന്വേഷിച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോകുക എന്നൊരു മര്യാദ. പോലീസ് മൊഴിയെടുക്കുന്നതിന് മുമ്പ് അവർ അമേരിക്കയിൽ പോയി. ഇത് ശരിയാണ്? എന്തിനു വേണ്ടിയാണോ ഇവരെല്ലാവരും ഈ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയത്, ഗിന്നസ് ബുക്കിൽ സ്ഥാനം കിട്ടാൻ? ഇതെല്ലാം ഒരു എക്സിബിഷനിസത്തിൻ്റെ ഭാഗമാണ്. ആ ഗിന്നസ് റെക്കോർഡ് തിരിച്ചെടുക്കണമെന്നാണ് ഗിന്നസ് അതിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു അപകടകരമായ പ്രവണതയാണ്. ഒന്നാമത് ഇപ്പോൾ സമൂഹത്തിൽ വല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സിനിമകളിലൊക്കെ പോലും വയലൻസിൻ്റെ അങ്ങേയറ്റമാണ്.
കണ്ടിരിക്കാൻ പറ്റത്തില്ല. കൊച്ചു കുട്ടികളെ അവരെ ഗ്യാസ് കുട്ടി വെച്ച് അടിക്കുന്ന സീക്വൻസൊക്കെ കണ്ടിരിക്കാൻ, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ കൈയെടുത്തുന്ന ഞാനും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു വിഷയം മറ്റൊരു വിഷയത്തിലേക്ക് പോവല്ല. അപ്പോൾ ആ രീതിയിലേക്കായി പോയി സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒക്കെ തിരുത്തൽ ശക്തിയായിട്ട് നമ്മളെപ്പോലുള്ളവർ നിൽക്കണ്ടേ. എനിക്ക് ജീവിതത്തിൽ ഭയമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിലൊരു ഒരു ഒരു സാധാരണ ഒരു പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള സംശയം നിങ്ങളുടെ രീതിയിലൊരു ചോദ്യം സാറോട് ചോദിക്കുകയാണ്. ഇപ്പം ശരിക്കും അങ്ങനെ ഒരു അപകടം അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ, ഇപ്പം ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവിടെ ആ ഒരു പരിപാടി വളരെ വിജയകരമായി നടന്നിരുന്നെങ്കിൽ ഇത്രയും പേര് അതിനെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കില്ലേ? എല്ലാവരും വളരെ നല്ലതായിരുന്നു, അവരെ അഭിനന്ദിക്കില്ലേ? അത് തീർച്ചയായിട്ടും ഇതിൻ്റെ വേറൊരു വശമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് അവർക്കെതിരായിട്ട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പറയുന്ന ആളുകളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു ബ്രാൻഡ് ചെയ്യുന്നൊരു കമ്പനി ഉണ്ടെന്ന് പറയുന്നത് നടൻ സിജോയ് വർഗീസിൻ്റെ കെയർ ഓഫിലാന്ന് പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതായത് 3500 രൂപയോളം ഒരു ആളിൽ നിന്ന് നൃത്തം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് പ്രോഗ്രാം വളരെ മോശമായിരുന്നു. നമ്മൾ ഈ ഭരതനാട്യമൊക്കെ കാണും, നമ്മളൊരു ഭരതനാട്യ നർത്തകരൊന്നുമല്ല. എത്ര വികലമായി ചെയ്യാവോ അതായിരുന്നു അതിൻ്റെ സത്യം. അതിപ്പോൾ ഡാൻസ് അറിയുന്നവർക്കറിയാം, അവരൊക്കെ അതിൻ്റെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാമായിരുന്നു. ആ നടത്തിയ ആളുകൾക്കും അതിൻ്റെ സെൻട്രൽ ഫിഗറിനുമൊക്കെ എന്തെങ്കിലും ഒരു അപ്ലോസ് കിട്ടാൻ വേണ്ടി അവർ ചെയ്ത കാര്യമാണ്. അതിന് വലിയ വില കൊടുക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നടക്കരുത്. അത് ഗിന്നസ് ബുക്കിൽ അത്ര മലയാളത്തിൽ നിന്ന് ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഇടുന്ന ആളുകൾ വരട്ടെ, നമുക്ക് സന്തോഷമല്ലേ. പക്ഷെ അതിന് ചെയ്യുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഇല്ലേ. സമയാസമയങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം മതിയായ സുരക്ഷാ സംവിധാനം. ഇനിയിപ്പം ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്കിനും മര്യാദയ്ക്ക് ചെയ്യുവേ? തീർച്ചയായിട്ടും അതിനൊരു നിമിത്തമായി പോയി. പക്ഷെ അവർക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഉമാ തോമസ് മാഡം തിരിച്ചു വന്നത്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു ഭാഗ്യമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം. പക്ഷെ ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിലോ അവന് വേണ്ടി ആര് പറയും? ഓഫ് കോഴ്സ് നമ്മുടെ സർക്കാരുണ്ട്, അവൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ടേക്ക് കെയർ ചെയ്യും. പക്ഷേ ഇവർ രക്ഷപ്പെടും. ഈ പറഞ്ഞ ആളുകൾ അവർക്ക് ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടും. ശരിക്കും ഈ പറയുന്ന ഈ നിയമ സംവിധാനങ്ങളും ഈ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സും പോലീസ് മേധാവികളും എല്ലാവരും ആ പ്രോഗ്രാമിന് ഉണ്ടെന്നോടെ. അതെ. അപ്പൊ ഇത്രയും പരിപാടികൾ ഇത് പെർമിഷൻ എടുത്തിട്ടില്ല, ഇതൊക്കെ അവിടെ അപ്പൊ ഹൈഡായിരുന്നു ശരിക്കും പറഞ്ഞത്. അല്ല, അങ്ങനെയാണല്ലോ മേയർ പറഞ്ഞത്. അതായത് കൊച്ചി പിന്നെ ഇതിനെ പിന്നെ കോർപ്പറേഷനെ വേണ്ട രീതിയിൽ അറിയിച്ചിട്ടില്ല. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വെട്ടിക്കാനാണ് പറയുന്നത്. എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം അവരും കൂടുതൽ അന്വേഷിച്ചിട്ടില്ലല്ലോ, അവരും ശരിക്കും ഇത് അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായും. വലിയൊരു പരിപാടി. അതായത് അതും ആരാണ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് ബന്ധപ്പെട്ട ആളുകൾ സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് ഈ രോഗം വരുന്നതിനെ പ്രതിരോധിക്കണം. രോഗം വരുന്നതിന് മുമ്പ് രോഗം വന്ന് ഇതിനെ ചികിത്സിക്കാന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ഓർത്ത് മാത്രം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ളൊരു കാലഘട്ടം, ഒരു സ്ഥിതിവിശേഷം വന്നാൽ അതിനെതിരെ പ്രതികരിക്കണ്ടേ? അതേ പറഞ്ഞോളൂ. ഈ അതുപോലെ ഇപ്പോൾ ദിവ്യാമണിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിമർശനമായിട്ട് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഗിന്നസ് ബുക്ക് റെക്കോർഡ് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചാൽ പോലും, എന്തിന് ഇത്രയും പേരെ ബുദ്ധിമുട്ടിച്ച് ഇത്രയും പേരെ പുറകിൽ നിർത്തി ഹോസ്പിറ്റലിലൊന്ന് വിസിറ്റ് ചെയ്തില്ല? ചിലപ്പോൾ അവർക്ക് ഇനിയൊരു ഒന്നും അറിയാത്തൊരു വശം, നമുക്കൊന്നും അറിയാത്തൊരു വശം അവർക്കും പറയാനുണ്ടെങ്കിലോ, അല്ല അവർക്കും ചിലപ്പോൾ അവരറിയിക്കാത്ത രീതി. അല്ല, അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് അവർ ഈ പരിപാടി 5ാമത്തെ ദിവസം അമേരിക്കയിൽ പോയില്ലേ? 5 ദിവസം പോയില്ലേ? നമുക്കെതിരായിട്ടുള്ള ആരോപണം വരിക സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ആരോപണമാണ്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ? പറയൂ. അത് പറയും. പറയൂ. പറയും. ഇപ്പോഴും സമയമുണ്ട് പറയാൻ. അതിനു മുമ്പ് അവരങ്ങോട്ട് പോവുകയല്ലേ ചെയ്ത്? അതൊക്കെ സംശയത്തിൽ അവർ എല്ലാവരും കൊടുക്കണ്ട. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ചാനലുകാരെ, ഒരു മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് ഇതാണ് സംഭവിച്ചത്, എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാമല്ലോ. അത് പറഞ്ഞൂടെ? തീർച്ചയായും. അതെന്താ പറയുന്നത്? അപ്പം കുറ്റകരമായ ഒരു മൗനം അല്ലെങ്കിൽ അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ, ഇതിപ്പോൾ ഉമാ തോമസിനെ പോലത്തെ ഒരു ഉയർന്ന പദവിയിലുള്ള ഒരാൾ വീണപ്പോൾ ആര് വീണാലും അത് തെറ്റാണ്. ഭാഗ്യത്തിന് അവർ ഒരു കുഴപ്പമില്ലാതെ മാഡം തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പോഴും ആരും അറിയില്ല. ഗിന്നസ് റെക്കോർഡും കിട്ടി എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടാവും.
അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും ഇതുപോലെ നടക്കുന്നുണ്ട്, എല്ലാവരും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് സാറ് പറയുന്നത്. ഇതുപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് സാർ ഇപ്പം നേരത്തെ വയലൻസിന്റെ കാര്യം പറഞ്ഞു. കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ സീരീസുകളെല്ലാം ഇപ്പോൾ ഡാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പല പല സീരീസുകൾ, വയലൻസ് സീരീസ് കണ്ടു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെയാണോ ഇനി ഇപ്പൊ വരുന്ന മാറ്റങ്ങളൊക്കെ? അപ്പോൾ അങ്ങനെ ആയിപ്പോയില്ലേ? നോക്കൂ, നമ്മൾ വേറിട്ട ശബ്ദമായിട്ട് നിൽക്കാൻ പറ്റൂല. അതെ. അപ്പോൾ ബ്ലോഗേഴ്സായി, മറ്റവരായി, മറിച്ചവരായി, കൊക്ക് കുളക്കോഴി മുതലായ ആളുകൾ എല്ലാവരും ഇറങ്ങി വരികയല്ലേ. ഒരു ആർട്ട് ഫോമും കംപ്ലീറ്റ് അല്ല, ഒരു കലാകാരനും കംപ്ലീറ്റ് അല്ല. നമ്മൾ ചെയ്യുന്നൊരു വർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, വേറൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതിനെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. 100 രൂപ തിയേറ്ററിൽ കൊടുത്ത് പടം കാണാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് പേഴ്സണൽ പ്രജുഡിസിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഡീഗ്രേഡിങ് വന്നു കഴിഞ്ഞാൽ അതിന് വിമർശനം എന്നല്ലല്ലോ പറയുന്നത്. അത് ഫ്രസ്ട്രേഷൻ മൈൻഡിൻ്റെ കുശുമ്പും അസൂയയും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അജണ്ട അതിൻ്റെ പുറകിലുണ്ടെന്നല്ലേ. അതെ. അപ്പോൾ ഇതെല്ലാം കേട്ട് മിണ്ടാതെ ഒരു മൂലയിൽ ഞാൻ ഇരിക്കുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം അത് വെറുതെയാണ്. അത് ഇനിയിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന് എന്തൊക്കെ ആര് പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ പ്രവണത ശരിയല്ല. ക്രിറ്റിസിസം ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്. സറ്റാറിക്കലായിട്ട് നിങ്ങൾ പറഞ്ഞു, പക്ഷേ വ്യക്തിഹത്യ ചെയ്യുന്നതും നിങ്ങളുടെ കാഴ്ച നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നത് കേട്ടുകൊണ്ട് പോകുന്നതല്ല. നിങ്ങളപ്പോൾ അടിമയാവുകയാണ്. ഈ അടിമത്തം തന്നെയാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം പടച്ചുണ്ടാക്കി, വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു സാധനം പടച്ചുണ്ടാക്കി, അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം പോകുന്നു, നാം അല്ലാതാവുന്നു. ഇത് കറുപ്പ് മയക്കുന്നത് പോലെ അതുപോലെയുള്ള ഡ്രഗ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതെന്നാണ് സമൂഹം പറയുന്നത്. എനിക്കതിനെപ്പറ്റി അത്ര ഡീറ്റെയിലായിട്ട് അറിയില്ല. പക്ഷേ ഇതൊരു മയക്കിക്കൊണ്ടിരിക്കുകയാണ്. മയങ്ങുന്ന യുവതയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വളരെ അറഗൻ്റായിട്ടുള്ള പ്രതികരണശേഷിയുള്ള യുവതയാണ് വേണ്ടത്. യുവാക്കളിൽ സമൂഹത്തിൻ്റെ ചാലക ശക്തികൾ തന്നെയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ താങ്കൾ ഒരു പടം ചെയ്യുന്നു, താങ്കളുടെ കോൺസെപ്റ്റാണത്, താങ്കളുടെ സിനിമയാണ്, താങ്കൾ അത് മുന്നോട്ട് വെക്കുന്നു. ആ മുന്നോട്ട് വെക്കുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്തവർ പൂർണ്ണമായിട്ടും നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ അത് ചിലപ്പം നിങ്ങളെപ്പോലുള്ള ഒരു പുതിയൊരാൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. നമ്മൾ അളവ് വന്നിട്ട് കഴിഞ്ഞിരിക്കുക. നമുക്കതറിയാം എങ്ങനെ ഡീൽ ചെയ്യണോ നമുക്കറിയാം. അതിൽ യാതൊരു സംശയമില്ല. സാറ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് സാറിന് എതിരായിട്ട് ഇന്നും കമന്റ് ഇടാൻ തന്നെയുണ്ട്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു ടീം സാറിന്റെ ചുറ്റും ഉള്ളതായിട്ട് നമുക്ക് പല ഇതിലും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ടീം വന്നത്? അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സിമിലർ കമന്റ്സ് ആണ്. മനസ്സിലായില്ലേ? പേരുകൾ മാറും. ഫേക്ക് ഐ ഡിയിൽ വന്നാണ് ഇത് പറയുന്നത്. ഈ ഫേക്ക് ഐ ഡിയൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ. ഒരു ഗ്രൂപ്പുണ്ട്. അത് എന്നെ മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, പൃഥ്വിരാജ് വന്ന സമയത്ത് എന്തെല്ലാം തരത്തിലാണ് അയാളെ. ഇന്നിപ്പം രാജുവേട്ടനെന്നും പറഞ്ഞ അയാളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അതാണ് സംഭവം. അപ്പോൾ ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഞാൻ എന്ത് തെറ്റായിന്ന് നിലപാടുകൾ പറയും. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ എൻ്റെ രാഷ്ട്രീയമൊന്നും കുത്തി നിറക്കാറൊന്നുമില്ല. മനസ്സിലായി? സറ്റാറിക്കലായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലപാടുകൾ പറയുന്ന ഒരാളോട് ഇത്ര വൈരാഗ്യമാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി അനലൈസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇയാളെ ഡീഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നോക്കൂ, ഞാൻ അത്ര കഴിവില്ലാത്തവനാണെങ്കിൽ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? ഒരു കഴിവില്ല, അവനെ കൊണ്ടൊരു കഴിവില്ല, എന്തിനാ അവൻ്റെ പറയുക എന്നല്ലേ ചിന്തിക്കുന്നു. ഇങ്ങനെ ബാക്കിൽ നിന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഉദ്ദേശം? അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. കാര്യം കുറച്ച് യൂട്യൂബുകാർ, കുറച്ച് ഇതുപോലെ കമൻ്റ് തൊഴിലാളികൾ, ഇവർ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ. അതിലേക്ക് ജനം മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ സിനിമ എന്നുള്ളത് ഏത് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കലാരൂപമാണെങ്കിലും നമുക്ക് ചിന്തിക്കാനൊരു ഇതുണ്ടല്ലോ.
അതെ അതെ വല്ലവനും യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കാനും അവൻ മാറിയിരുന്ന് ചിരിക്കുകയായിരിക്കും. ഇതൊക്കെ ശരി. ഇതൊക്കെ കണ്ടിട്ട് ഹീസ് മേക്കിംഗ് മണി ഫ്രം ദാറ്റ്. ഇവർക്ക് എന്താ വെച്ചു? സാറിന് വ്യക്തമായിട്ട് അറിയാമോ ഏത് ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം? എനിക്കറിയാം, അറിയാം, വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് സാർ അത് സമയം പറയും? സമയമായിട്ടില്ല. ഞാൻ അതിന്റെ കുറച്ചുകൂടി പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കൂടി കിട്ടാറുണ്ട്. ആ സമയത്ത് ഞാൻ പറയും. പക്ഷെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. അല്ല, അവർ ചെയ്തോട്ടെ. ഓരോ വർഷങ്ങൾ പക്ഷെ എത്ര ചെയ്താലും ശരി അവർ ചെയ്തോട്ട്. പക്ഷെ അവർക്ക് കിട്ടാൻ പോകുന്നത് അറിയാം. ഇന്ന ആൾക്കാരാണ് എനിക്കറിയാം. എന്റെ കേസിൽ എനിക്കറിയാം. അതിനുള്ള ഒരു പ്രതികരണം ഉടനെ ഉണ്ടാവും. അയ്യോ, തീർച്ചയായിട്ടും. എന്താ ഈ പറയുന്നത്? സംശയം ഉണ്ടോ? നിങ്ങൾ എന്താ പറ്റി നമ്മളെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ഇൻഡസ്ട്രി എൻ്റെ സിനിമ എനിക്ക് പാഷൻ മാത്രമാണ്. എനിക്കില്ല ഒരു സുപ്രഭാതത്തിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലി ചെയ്യാൻ. ഞാൻ അങ്ങനെ കോടമ്പാക്കത്തെ പൈപ്പുള്ള കുടിച്ച കഥകളൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. ഞാനൊരു മഹത്തായ സിനിമാക്കാരനുമല്ല. വളരെ പരിമിതമായ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ഭയക്കുന്ന കാര്യമില്ല. എന്തിനാണ് പേടിക്കുന്നത്? തുമ്മിയാ തെറിക്കുന്ന മൂക്കടങ്ങിയ പോട്ടനിയാ. മനസ്സിലാവാത്ത ഇത്ര അധികം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ ഉമാ തോമസിന്റെ വിഷയത്തിലൊരു പോസ്റ്റ് 90% അനുകൂലിച്ചു. അതെ. 1-2 പേര് പറയാം എനിക്ക് കുശിപ്പാന്ന്. ആരോടാ? ഈ മൃഗീയ നാടകക്കാരോട്. എന്താ പറയാനാ? അപ്പം അതാണ് ഇപ്പം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നൊരു പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു. ഒരു നടി വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ആ സംഘടനയെ, മലയാള സിനിമാ സംഘടനയെ അമ്മ എന്ന് വിളിക്കേണ്ടതില്ല, AMMA എന്ന് ഉച്ചരിക്കാൻ പാടുള്ളൂ, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഒരിക്കലും അമ്മ എന്ന് പറയരുത്. അതിനൊരു മറുപടി കഴിഞ്ഞ ദിവസം ആ ഒരു മീറ്റപ്പിൽ സുരേഷ് ഗോപി പറയുകയുണ്ടായി. സാർ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നാമത് ഞാൻ അമ്മയിൽ മെമ്പറല്ല. ഒന്ന്, അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ശരിയല്ല. 2, അമ്മ എന്നുള്ള സംഘടനയുടെ പ്രഥമ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു മൂസാറായിരുന്നു. പിന്നെ സോമേട്ടനുണ്ടായിരുന്നു. ആ പേരിട്ടത് മുരളിച്ചേട്ടനാ, അമ്മ എന്ന് പറയുന്നത്. അപ്പം അമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും. അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ ഏകദേശം 400 ചില്ലാൻ മെമ്പേഴ്സുണ്ട്. അതിൽ 400 ചില്ലാരിൽ ഒരു 99% മെമ്പേഴ്സിനും ആ പേരാണ് ഇഷ്ടമെങ്കിൽ അതല്ലേ വിളിക്കേണ്ടത്. ഇനി പുറത്തു നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ AMMA എന്നൊക്കെ പറയാം. അത് അവരുടെ ചോയ്സ്. അവർക്ക് അങ്ങനെ പറയാനാണെങ്കിൽ അവരുടെ ചോയ്സ്. എന്ത് വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ്. പൊതുസമൂഹം വിട്ടുകൊടുക്കുക. അതിലെ മെമ്പേഴ്സ് അവർക്ക് വിട്ടുകൊടുക്കുക. സാർ എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു സംഘടനയിൽ അംഗമാവാത്തെ? ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്താൽ തരത്തുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിനൊന്നും വലിയ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഇതൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ഞാൻ ഫെഫ്കയിലെ മെമ്പറാണല്ലോ. ഫെഫ്കയിലെ മെമ്പറാണ്, ആക്ടയിലെ മെമ്പറാണ്, ഫിലിം ചേംബറിന്റെ മെമ്പറാണ്. ഞാൻ വെറും മെമ്പറായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഒരിക്കലും അതിന്റെ വേറൊരു തരത്തിലേക്ക് എനിക്ക് പോകാൻ താല്പര്യം. സാറിന് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുള്ള ഒരാളാണ്. സംഘടനാ തീരുമാനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന സിനിമാ സംഘടനയിൽ ഞാൻ എന്തിനാ? ഞാൻ KSFDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. സർക്കാർ തന്നാ. ഞാനെന്തിനാ ഇതൊക്കെ പോയിട്ട് ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ടുപോകുന്നത്? എനിക്ക് താല്പര്യമേ ഇല്ല. ഫെഫ്കയിൽ എത്ര വർഷമായിട്ട് ഞാനുണ്ട്? ഞാൻ ഒരു സാധാ മെമ്പർ മാത്രമാണ്. ജനറൽ ബോഡി വരുമ്പോൾ പോകുന്നുണ്ട്. അഭിപ്രായം പോലും ഞാൻ പറയാറില്ല. അത് ക്രിക്കറ്റ് ടീം ഉണ്ടായപ്പോൾ ഡയറക്ടേഴ്സ് ക്രിക്കറ്റ് ടീം ഞാൻ സ്റ്റാർട്ട്. ഞങ്ങൾ 2 ഷാർജയിൽ 2 പ്രാവശ്യം ക്രിക്കറ്റ് കളിച്ചു. വളരെ കെട്ടുറപ്പോടുകൂടിയാണ്. അത് പൊളിക്കാൻ വേണ്ടി ഫെഫ്കയിൽ കുറച്ച് പേര് നോക്കി, നടന്നില്ല. അപ്പം നമ്മൾ പ്രതികരിക്കും. നമ്മൾ പ്രതികരിച്ചാൽ മതിയല്ലോ. അതെ അതെ, അതാണ് സാർ പറഞ്ഞത്. സാറ് സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഞാനത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും ഈ സാറിൻ്റെ സിനിമകളോടും സാറ് ചെയ്യുന്ന പരിപാടികളോടും ഒരു ടീം വന്നിട്ട് ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിർമ്മാതാവിനെ നോക്കണം. ഞാൻ അപ്പോൾ സ്പോട്ടിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് വരും. എനിക്ക് വരുന്നതിനെതിരായിട്ടല്ലായിരിക്കും പ്രശ്നം. എൻ്റെ നിർമ്മാതാവിനും എൻ്റെ സിനിമയ്ക്ക് എതിരായിട്ടാണ് വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും വേണ്ട, ആവശ്യമില്ല, ഞാൻ സംസാരിക്കേണ്ട അതങ്ങനെ പെട്ട അവർ പോയി. പക്ഷേ ഇത് പേഴ്സണൽ അറ്റാക്കിലേക്കും ആ രീതിയിലേക്കുള്ള ഡീഗ്രേഡിങ്ങിനാണെന്ന് ഞാൻ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളാണെങ്കിൽ വെറുതെ വിടുവോ? നിയമവ്യവസ്ഥ ഇല്ലേ? നിങ്ങൾ വെറുതെ വിടത്തില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും പറയുന്ന പോലെ ഫോണിൽ വിളിച്ച് തെറി പറയാനോ അതിനൊന്നും ഞാൻ നിൽക്കത്തില്ല. ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ ഞാനത് പോവും. അത് പൂട്ടാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോത്തുള്ളൂ. എനിക്ക് നമ്മുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് ആ പൂട്ടലായിരിക്കും. അത് നിങ്ങളുടെ ചാനലിൽ നിന്നാണെങ്കിൽ പറയാൻ എനിക്ക് ആരും മടിയില്ല. ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്.
അതൊക്കെ തുണിഞ്ഞ് ഞങ്ങൾ കളത്തിലങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ച ഇറങ്ങിയത് തന്നെ. സാറ് സംഘടനയിലൊന്നും പ്രവർത്തിക്കുന്നൊന്നുമില്ല, സാറിന് ശത്രുക്കളും ഇല്ല? ഇല്ല, സംഘടനയിലെ മെമ്പർ മാത്രമാണ്, പ്രവർത്തിക്കുന്നില്ലെന്ന് ഞാൻ എൻ്റെ ഇതിലൊന്നും ഇല്ല. മെമ്പർ മാത്രമാണ്. സാറിന് ശത്രുക്കളോ അങ്ങനെ ആരും ഇപ്പോൾ പ്രസന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചുറ്റുപാടിൽ അതേ ശത്രുക്കളൊന്നുമില്ല. സാർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം തുറന്ന് പറയുകയാണെങ്കിൽ, കൂടെയുള്ള ഇവരെല്ലാവരും ഒപ്പം നിൽക്കുന്നുള്ളൊരു ധൈര്യമുണ്ടോ? ആര് കൂടെയുള്ള ഇപ്പോൾ ഞാൻ എന്നും ഒറ്റയാണ്, ഒറ്റയ്ക്ക് തന്നെയാണ്? ഞാൻ എന്നും ഒറ്റയ്ക്ക്. ഒരാളെയും പ്രതീക്ഷിച്ചില്ല? ആരെയും പ്രതീക്ഷിക്കത്തില്ല, പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സിനിമയിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ഐക്യം സിനിമയിൽ ഉള്ളതല്ലേ? അല്ല, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ എന്തിനാണ് സംഘടന? എനിക്ക് പറയാനുള്ള വേദിയുണ്ടല്ലോ. ഇപ്പോൾ പിതാവ് ഒരു പോലീസിൽ ഒരു ഉയർന്ന പദവി അലങ്കരിച്ച ഒരാളാണ്. അപ്പോൾ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം? അല്ല, അത് പാപ്പാക്ക് ഇപ്പോൾ അൽഷിമേഴ്സാണ്, സുഖമില്ലാതിരിക്കുക. പക്ഷേ അതിന് മുമ്പൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് സൗഹൃദങ്ങളുണ്ടല്ലോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. എനിക്ക് ഒരുപാട് അല്ല, അതിന് ആ ധൈര്യം മാത്രമല്ലല്ലോ. അതായത് പിതാവിൻ്റെ കൂടെ വർക്ക് ചെയ്തവരും പിതാവിൻ്റെ കീഴെ വർക്ക് ചെയ്തവരും എല്ലാവരുമായിട്ടുള്ള പോലീസിൻ്റെ ഒരു നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഐക്യവും ഇതുമൊക്കെ പോലീസിനുണ്ട്, പോലീസിലുള്ള ഇതുമുണ്ട്. അപ്പോൾ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഞാനൊരു പൊളിറ്റീഷ്യനും കൂടിയാണ്. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത്രയും നാൾ കഴിഞ്ഞ 10-11-12 വർഷമായിട്ട് ചാനൽ ഡിസ്കഷനിൽ ഞാൻ വരുന്ന ഒരാളാണ്. ന്യൂസ് അവറിൽ ഒരു വാക്ക് മോശമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് സറ്റാറിക്കലായിട്ടൊക്കെ ഞാൻ പറയും. തമാശയും സർക്കാസും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഇന്ന് വരെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം, നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ. മോശമായ ഒരു വാക്ക് പിന്നെന്തിനാണ് സത്യത? അപ്പൊ അതിന്റെ അപ്പുറം വേറെ ചില കാര്യങ്ങളുണ്ട്, ഹിഡൻ അജണ്ടാസ് ഉണ്ട്. ആ അജണ്ടാസ് പൊളിക്കണ്ടായിരിക്കുക. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഉറപ്പായിട്ടും. സംശയം ഞാൻ എന്റെ നാളെ ഇതുവരെ വീണ്ടും ചോദിക്കുന്നത് സാർ ഇത്ര ഒരു പ്രതികരിക്കാനുള്ള ഒരു ഞാനേ ഒരു നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ വളരെ ശക്തമായിരിക്കണം. നമ്മുടെ ആയുധങ്ങൾ ശബ്ദമായിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും ഈ അടുത്തിറങ്ങിയ സൺഡേ ഷൈൻ സാറിന് വെച്ചിട്ട് ഇറങ്ങിയ ആ പടത്തിനെതിരെ ആ പടം ഞാൻ ഇത്രയും സിനിമ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഞാൻ നന്നായി ചെയ്ത സിനിമ അതാണ്. ആരാണ് എന്നിലെ ആക്ടറെയോ അതിൽ എന്നിലെ ഡയറക്ടറെയോ ഞാൻ ചെയ്ത ലെങ്ത് കൂടിപ്പോയി എന്നുള്ള സത്യം തന്നെയാണ്. അത് ഒരു വലിയ അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല. അത് നല്ല അപരാധമാണെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. 2 ട്രിം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയെ എല്ലാവരും, അതായത് ഈ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്നവരല്ലാതെ സാധാരണക്കാരും പറയുകയാണ് മോശം പടം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം കുഴപ്പമാണ്. തീർച്ചയായിട്ടും എത്ര പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. 2 പോലീസ് ഓഫീസേഴ്സ് പിന്നെ ഇത് ചെയ്തില്ലേ, പ്രസ് കോൺഫറൻസ് നടത്തിയില്ലേ. അപ്പം എൻ്റെ ഫോമർ പിന്നെ പോലീസ് ചീഫായിരുന്ന കോട്ടയത്തെ രാമേന്ദ്രൻ സാറ്, അദ്ദേഹം എന്നെ വിളിച്ച് വരുത്തി കോട്ടയം പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം പറയണ്ടായി. ഇവരെല്ലാവരും ഞാനതൊന്നും പറയാതെ തന്നെ, കാര്യം ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു വളർന്ന ഒരു ഇതല്ലേ ഈ പോലീസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയായിരിക്കും നാച്ചുറലായിട്ട് ഒരു പോലീസ് അല്ലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതിൽ കാണുന്നത് പോലെ മറ്റേത്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, അങ്ങനെ അല്ലല്ലോ പോലീസുകാരെ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തു. അതിലിഷ്ടപ്പെടാത്തവരുണ്ടാവാം, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല റിവ്യൂസ് അതില്ലേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആ പടം കണ്ടിട്ട് ഇപ്പം എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു, ലെങ്ത് ഒരിച്ചിരി കൂടിപ്പോയി. ലെങ്ത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്നവരാരും എൻഗേജിങ് എന്താന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ സിനിമയെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്കുണ്ടായ മാനസിക വിഷമം, അതായത് ഒരു പടം മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം, പക്ഷെ അതിൽ പിറകിലൊരു വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട ശരിയല്ല. ഇനി മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നോ സാറിന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ല, ഈ സിനിമയിൽ ഇപ്പം ഞാനൊരാൾ വിചാരിച്ചല്ലോ അല്ലെങ്കിൽ അതൊന്നും മാറ്റമൊന്നും വരത്തില്ല. സിനിമ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മളൊരാൾ വിചാരിച്ചാലൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. സിനിമയിൽ മാറ്റം വരണമെന്നെങ്കിൽ പ്രേക്ഷകൻ്റെ അഭിരുചി മാറിയാലേ പറ്റൂ. ഞാൻ ഈ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. പക്ഷേ ഞാൻ ഏതൊരു സിനിമ ചെയ്യുന്നില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു.
അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് അതിന് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും അങ്ങനത്തെ സിനിമ ചെയ്തുമില്ല. സാറെ, ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് ഒരു 100-120. ഏറ്റവും കുറഞ്ഞത് 3 കോടിയിൽ എത്ര പേര് സിനിമ കാണുന്നവരുണ്ട്? ഒരു 40%. 40 ലാക്സോ? അല്ല, 40%. അപ്പോൾ 1,20,00,000 പേര് സിനിമ കാണുമോ? ശരിയാണ്. 100 രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റിൽ 27 രൂപ സർക്കാരിൻ്റെ ഇതിന് പോകും. ബാക്കി കിട്ടുന്ന 73 രൂപയിൽ 60-40 ആണ് ആദ്യത്തെ ആഴ്ച. 60% ഡിസ്ട്രിബ്യൂട്ടർക്കും 40% തിയേറ്ററുകാർക്കും. രണ്ടാമത്തെ ആഴ്ച 50% ആവും. മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്ററുകാർക്ക് 60% ഇത് വരും. അപ്പോൾ ഒരു ആവറേജ് വരുന്നത് ഒരു 50% എന്ന് വെച്ചു. 100-ൽ ഒരു 37 രൂപയായിരിക്കും അല്ലെങ്കിൽ 40 രൂപയായിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റിൽ. എത്ര പേര് സിനിമ? 100 കോടി കേറില്ല. കഴിഞ്ഞ കണക്കൊക്കെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 100 കോടി 100 ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയുന്നത്. എനിക്കിപ്പോൾ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. 1 കോടി ജനം കണ്ടാൽ 40 കോടി ആളുകളിലെ 40 കോടി രൂപയിലേ വരത്തുള്ളൂ. ഇപ്പോൾ 40 രൂപയാണ് ഒരു 1 കോടി ആളുകൾ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിൽ? ഇത് എന്താണ് ഈ 100 കോടി? നോക്കൂ, ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പോൾ നടക്കണമെങ്കിൽ 25 കോടി 30 കോടി. ഈ കോടി എന്ന് പറഞ്ഞിട്ട് ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിന്റെയൊക്കെ വിവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഒരു സിനിമയെ മാത്രം കോർഡിനേറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ മോശമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ 100 കോടി ക്ലബ്ബ് 100 കോടി ക്ലബ്ബിൽ വരണമെങ്കിൽ എത്ര പേര് കാണും? നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സിനിമ ഗോവേഴ്സ് ഈസ് 40-50 lakhs. അതായത് സിനിമ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ. അതിൽ കുറച്ച് OTT ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാം, തീർച്ചയായും. ഈ 50 ലക്ഷം വെച്ചോ. ഈ 50 ലക്ഷം പേര് ചോദിച്ചാൽ എത്ര കോടി വരും? 100 രൂപ ടിക്കറ്റ്, 50 കോടിയുടെ വരത്തുള്ളൂ. 100 രൂപ ടിക്കറ്റ്, അതിൽ എത്ര കോടിയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ പുളുവടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സുകാരെ കൊണ്ടുവരാതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കും. ഞാൻ പറയട്ടെ, താങ്കളുമായിട്ട് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ താങ്കൾക്ക് ഇപ്പോൾ ഒരു സാധനം കിട്ടി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊന്ന് ചിന്തിക്ക്. ഈ പറയുന്നവരൊന്നല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് ചിന്താശക്തി തന്നിട്ടില്ല. നിങ്ങളെന്നുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ തലച്ചോറുകൊണ്ട് പറയപ്പെടുന്നത്. മലയാള സിനിമയുടെ ഗോൾഡൻ ഇയറ ആയിരുന്നു 80കളിൽ. ജോസ് സാറ് പോലെയും പത്മനാഭൻ സാറ് പോലെയും പരദേട്ടൻ പോലെയൊക്കെ ശശിയേട്ടനൊക്കെ എന്തോരം വേഴ്സറ്റൈൽ സിനിമകൾ ചെയ്തു. അത്രയും പ്രതിഭാധനരായിട്ടുള്ള സംവിധായകരും തിരക്കഥാകൃത്തുകളും എല്ലാം കൂടി നടന്ന്, ഇപ്പോൾ മമ്മൂട്ടി സാറായാലും ലാലേട്ടനായാലും ഇത്രയും വലിയൊരു സ്റ്റാർ ആയത് അവരുടെയൊക്കെ സിനിമകളിലൂടെ വന്നിട്ടാണ്. ഇന്ന് അതുപോലത്തെ ഒരു സിനിമ ചിന്തിക്കാൻ പറ്റുമോ? എന്തൊക്കെ പറയും? കാലഘട്ടം പഴയത്, തന്തവൈബ്, മറ്റേ പറിച്ചത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് വിവാദമാക്കാനല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കാം. ആരെയും പോയിന്റ് ചെയ്യത്തില്ല, അത് നിങ്ങൾ ചോദിക്കരുത്. ഒരു നീണ്ട ഡയലോഗ്, വടക്കൻ വീരഗാഥയിലെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഏത് യുവതാരത്തിന് അതുപോലെ പറയാൻ പറ്റും? ഇപ്പോഴത്തെ യുവതന്നെ പറയില്ല, ഒരാളെ പറ ആ സ്റ്റൈലിൽ ഒരു ഡയലോഗ് പറയാൻ, ഇതോ അംഗം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സാധനമില്ലേ, പറയാൻ പറ്റുമോ? ഒന്ന് ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു ഇത് വിവാദം ഇപ്പം എല്ലാവരും എന്നെ കൊത്തിപ്പറിക്കും, അത് കുഴപ്പമില്ല. ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ്, അതിൻ്റെ ആ ഡയലോഗിൻ്റെ ആ ഒരു സൗകുമാര്യത, അത് സംസാരിച്ച് വരുന്ന രീതി, ഞാൻ പറയുന്ന ഒരു കാലഘട്ടത്തിലേ ആയിരിക്കാം. അതുപോലത്തെ ഡയലോഗ് ഇവിടുത്തെ ഏത് യുവതലമുറ പറയില്ല. പെർഫോമൻസ് വന്നിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ പോലുള്ള ഗംഭീര പെർഫോമൻസ് വന്നിട്ടുണ്ട്. 100% അംഗീകരിച്ചേ പറ്റൂ. ടൊവിനോ ഒക്കെ സ്വയം കഷ്ടപ്പെട്ട് കയറി വരുന്ന നടനാണ്. നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ടൊവിനോയൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പം അങ്ങനത്തെ നടന്മാർ നമുക്കുണ്ട്. ഇത് ടൊവിനോനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇവരുമായിട്ടൊന്നും എനിക്ക് ഫഹദുമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, അത്ര എനിക്കത് വലിയ കാര്യമാണ്. ആരെങ്കിലും നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന? ആസിഫിനോട് ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ പറയാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫഹദിനോട് പറഞ്ഞിട്ടുണ്ട്. ടൊവിനോയെ അങ്ങനെ ഞാൻ അത്ര അടുപ്പമില്ല. നിവിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പം
ആക്ഷൻ ഹീറോ ബിജുവും അതിന് മുമ്പുള്ള പടവും 1983. ഞാൻ പറഞ്ഞു നീ എവിടെ വെച്ചിരുന്നു ഇത്രയും കാലം. അപ്പോൾ അങ്ങനെ ഞാൻ നിവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിവിനെ ഇപ്പോഴും ഞാൻ പ്രകാശൻ മലർവാടിയതാ എൻ്റെ മൊബൈലിൽ ഇട്ടിരിക്കുന്നത്, സേവ് ചെയ്തിരിക്കുന്നത്. അവരും ആദ്യം ഒരു പ്രാവശ്യം അവൻ്റെ കല്യാണം വിളിക്കുമ്പോൾ എന്നെ വിളിച്ച് ഞാൻ പ്രകാശൻ മലർവാടി വിളിച്ചു. അവൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് അവൻ്റെ കൂടെ അതെ. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലെ ഈ അത്രയും കാമ്പുള്ള കഥാപാത്രങ്ങൾ ഞാൻ കമ്പയർ ചെയ്യല്ല. പുതുതലമുറയ്ക്ക് എന്നോട് ദേഷ്യം വരരുത്. താഴ്വാരത്തിലെ ബാലൻ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ, മോഹൻലാൽ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾ പറ ഈ തലമുറയിൽ ആര് ചെയ്യും? സഹോര ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ആക്ടറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആക്ടറാണ്. ദ്രോഹി എന്ന സിനിമയിൽ സോമേട്ടൻ ചെയ്തിട്ടുണ്ട്, രക്തമില്ലാത്ത മനുഷ്യനിൽ സോമേട്ടൻ ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ വരെയിൽ സോമേട്ടൻ ചെയ്തിട്ടുണ്ട്, സുഖുവേട്ടൻ ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ ശക്തമായ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലാലേട്ടനും മോഹൻലാലും മമ്മൂക്കയും ചെയ്തിട്ടുണ്ട്. അതിന് പറ്റാത്തതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നു. തെറ്റില്ല, അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. 100% നല്ല. ഞാനും ആസ്വദിക്കാറുണ്ട് ആ സിനിമകളൊക്കെ, ഞാനും ആസ്വദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സ് മിടുക്കരാണ്. കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. അവർക്ക് അഭിനയത്തിന് 2-3 രീതികളുണ്ട്. നാച്ചുറൽ ആക്ടിംഗ് ഉണ്ട്, മെത്തേഡ് ആക്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈസി ആക്ടിംഗ് ഉണ്ട്, എല്ലാമുണ്ട്. ബിഹേവിങ് ഉണ്ട്. ഞാൻ ഇന്നും പറയുന്നത് മലയാളം സിനിമ കണ്ട മികച്ച നടന്മാരുടെ ഒരാളാണ് ഫഹദ് ഫാസിൽ. യുവതലമുറയിലെ സംവിധായകർ മഹേഷ് നാരായണനെ പോലുള്ളവർ, ജീത്തു ജോസഫിനെ പോലുള്ളവർ, ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലുള്ളവർ, ഞാൻ അവരുടെ ഫാൻസ്, ഞാൻ അവരുടെയൊക്കെ ഫാനാണ്. മഹേഷ് നാരായണൻ്റെ എല്ലാ പടവും ഞാൻ കാണും. അപ്പം ആഷിക്ക് കുറച്ച് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം. അത്ര കഴിവുള്ള ഡയറക്ടേഴ്സാണ്. കോമഡി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് ആ ടൈമിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. ജഗതി ചേട്ടനെ പോലത്തെ ഒരാള് ചെയ്തുകൊണ്ടിരുന്നിരുന്ന മലയാള സിനിമയിൽ എവിടെ കൊണ്ടിട്ടാലും ഏത് രീതിയിലും മലയാള സിനിമയെ പൊക്കിയെടുക്കാൻ കഴിവുള്ള ഒരു ഹാസ്യമാണ്. അതിനുശേഷം ഒരു കോമഡി കൈകാര്യം ചെയ്യാൻ ഇപ്പൊ സാറിന്റെ മനസ്സിൽ ആരാണ് ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ളത്? അപ്പോൾ ഈ അമ്പിളിച്ചേട്ടനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും കമ്പയർ ചെയ്തില്ല. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ സുരാജ് ആ കോമഡി ട്രാക്കിൽ ഇപ്പോൾ മാറി. സുരാജ് ഇപ്പം സീരിയസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ഇല്ലല്ലോ. സിറ്റുവേഷൻ ഇതല്ല, ആ മാറ്റങ്ങളാണ്. അത് നല്ല ഇതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഹ്യൂമർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അജു വർഗീസ് ചെയ്തില്ലേ? അതെ, അജു വർഗീസ് ഇപ്പോൾ ആ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ബിജു മേനോൻ്റെ കൂടെ പിടിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പം അയാൾ അപ്രിഷ്യേറ്റ്, പിന്നെ അയാൾക്ക് ഒരു പ്രത്യേക അപ്രിസിയേഷൻ കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ബേസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം അങ്ങനെ പിന്നെ ഈ ഹ്യൂമർ ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സിനിമയല്ല, എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. കില്ല ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം എന്താ? എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട്. അനിമൽ കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായി പോയത്. എനിക്ക് അത്രയൊന്നും കാണാനുള്ള എനിക്കത്ര കഴിവില്ല, കാണാനുള്ള കഴിവില്ല, അത്രേ ഉള്ളൂ. അത് ഇനി എത്ര 100 കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ മതി. അങ്ങനെ 100 കോടി ഒന്നും കയറുന്നത് ദിസ് ഈസ് നോട്ട് ഫെയർ. എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറയാമല്ലോ. എൻ്റെ സിനിമ ഇഷ്ടമല്ലാതെ എത്ര പേര് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. അത് സമൂഹത്തിന് കൊടുക്കുന്ന റോങ് സന്ദേശം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും തുറന്നു പറച്ചില്ലുകൾ ഞാൻ നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണോ? അല്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ബ്ലോഗേഴ്സിന്റെ കടന്നുകയറ്റം, ഇപ്പൊ മലയാള സിനിമയിലേക്കുള്ള ബ്ലോഗേഴ്സിന്റെ കടന്നുകയറ്റം, അത് ഏത് രീതിയിൽ ആരെയാണ് അത് ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ്? അത് ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം. മലയാള സിനിമയിൽ ഇപ്പൊ നല്ല ബ്ലോഗേഴ്സ് ഇല്ല. അവന്മാർ സ്വയം തോന്നുന്നതാണ് ഭയങ്കര ബ്ലോഗേഴ്സ് ആണെന്ന്. ഒന്നുമല്ല, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ നല്ലതെന്ന്, അവർക്ക് താല്പര്യമുള്ളവരുടെ സിനിമകൾ നല്ലതെന്ന് പറയുന്നു. അതല്ലല്ലോ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അത് നിങ്ങൾ സറ്റാറിക്കലായിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞോ, എനിക്ക് അഭിനയം അറിയത്തില്ലെന്നോ എനിക്ക് സംവിധാനം അറിയത്തില്ലെന്നോ ഒക്കെ പറഞ്ഞോ. പക്ഷേ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുതെന്ന് പറയാൻ ഇവനെന്താ അവകാശം? അത് ശരിയാണോ? അത്ര ഇത് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത്, മറ്റേതാ മറിച്ച മാടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പറഞ്ഞു. എൻ്റെ സിനിമ മാത്രമല്ല, എത്രയോ സിനിമകൾ. ബാറോസ് എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ പുറകിൽ ഒരു എഫേർട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തനായ
മലയാളത്തിൻ്റെ അഭിമാനമായ ലാലേട്ടൻ ആദ്യമായി സംവിധാനിച്ചത്. അതിനകത്ത് 3D എഫക്ട്സിനെ പറ്റിയൊക്കെ ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. ഭയങ്കര പടം നന്നാവാതിരിക്കാം, പക്ഷേ വളരെ മോശമായിട്ട് അങ്ങനെ ഡിഗ്രി ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്തായാലും നമ്മൾ വളരെ ചെറിയൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലതിന്റെയും അങ്ങ് അറ്റം വരെ നമ്മൾ പോകേണ്ടി വന്നു. ഏകദേശം എന്തൊക്കെയെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം സാർ. എന്തായാലും വിലപ്പെട്ട കുറച്ച് സമയം നമ്മൾ എടുത്തിരിക്കുകയാണ്. താങ്ക് യു സാർ.